നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു അസുഖം വരുന്നതിന് മുമ്പ് അത് മറ്റ് ചിലർക്കൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് എന്ന്. അതായത് നിങ്ങളുടെ ശരീരത്തെ ഒരു അസുഖം ബാധിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകളും വീഡിയോകളും എല്ലാം നിങ്ങളെ തിരഞ്ഞു വരുന്നത് പോലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിലത് അറിയാൻ തയ്യാറായിക്കോളൂ. അത്തരം ഡാറ്റ ചോരുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും തന്നെയാണ്. നിങ്ങൾക്ക് ഒരസുഖം വരാൻ പോകുന്നുവെന്ന് നിങ്ങളെക്കാൾ മുമ്പ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെക്കാൾ മുമ്പ്, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ മുമ്പ് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോൺ തിരിച്ചറിയുന്നു കൃത്യമായി. നമ്മൾ ഗൂഗിളിൽ തിരയുന്ന കീവേഡ്സ് നോക്കിയാണ് നമ്മളെ തേടി ടാർഗറ്റഡ് ആഡ്സ് വരുന്നത് എന്ന് ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല. അത്തരം പോസ്റ്റുകളും വീഡിയോകളും നിങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങളെ ആ അസുഖം ബാധിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾ പോലും തിരിച്ചറിയുക. അതിന് കാരണം നിങ്ങൾ അത്രയും വിശ്വസിച്ച് ഒരിടത്ത് നിങ്ങൾ നൽകിയ നിങ്ങളുടെ ഡാറ്റ പണത്തിന് വേണ്ടി അവർ വിറ്റു എന്നതുകൊണ്ട് തന്നെയാണ്. ഷുഗറിൻ്റെ അളവ് പരിശോധിക്കാൻ എപ്പോഴെങ്കിലും ഒരു തുള്ളി രക്തം കൊടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ലാബിൽ പോയി BP ചെക്ക് ചെയ്തിട്ടുണ്ടോ? മലം, കഫം, മൂത്രം എന്നിങ്ങനെ എന്തെങ്കിലും പരിശോധിക്കാനായി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അസുഖങ്ങളെ നിങ്ങളെക്കാൾ മുമ്പ് അവർ തിരിച്ചറിയും. നമ്മൾ പോലും മറന്നുപോയ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി മുമ്പിൽ വെച്ച് ഇരുട്ടത്തിരുന്ന് ചിലർ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നു. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പറയുന്ന ഒരു പേര്, അതെ, പറഞ്ഞു വരുന്നത് ഗൂഗിളിനെ കുറിച്ച് തന്നെയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഡാറ്റ ഹൈസ്റ്റ്, പ്രൊജക്റ്റ് നൈറ്റിംഗേൾ. ഇതൊരു കോൺസ്പിറസി തിയറിയല്ല, ഒരു സാധാരണ ഡാറ്റ ചോർച്ചയുമല്ല. എൻ്റെയും നിൻ്റെയും നമ്മുടെ ഭാവി തലമുറയുടെയും തലവര വരെ തിരുത്തിക്കുറിച്ച ഒരു രഹസ്യ കരാറാണ്. ഒരിക്കൽ തെളിവുകൾ സഹിതം കോടതിയുടെ മുമ്പിൽ വരെ ചെന്ന് ചർച്ചയായ, എന്നാൽ ഒന്നുമല്ലാതെയായിപ്പോയ, ഇന്നും രഹസ്യമായി അല്ല പരസ്യമായി തന്നെ നടക്കുന്ന ഒരു പകൽക്കൊള്ള. ഭാവിയിൽ ഇൻഷുറൻസ് കമ്പനികളും വൻകിട കോർപ്പറേറ്റ് കമ്പനികളും നമ്മുടെ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നു എന്ന് ഒരല്പം മുമ്പേ നമുക്ക് കിട്ടിയ ഒരു റെഡ് അലേർട്ട്. പ്രൊജക്റ്റ് നൈറ്റിംഗേൾ. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്.